പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ നീചന്മാർ അവസാന കാലത്തെ പണ്ഡിതന്മാർ ആയിരിക്കുമെന്ന്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ നിലവിലെ മതങ്ങളിൽ മായം കലർന്നതിനെ പറ്റിയും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളെ ശരിയായ മാർഗത്തിൽ നിന്ന് തടയുന്നതിനെ പറ്റിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള ആത്മീയ സരണികളിലും മായം കലർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, നിലവിലുള്ള മുസ്ലിങ്ങളിൽ പല തരീക്കത്തുകളുമുണ്ട്. ലക്ഷബന്ദി, ഖാദിരി, ജിസ്തി ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്. അതുപോലെ ഹിന്ദുക്കളിലും പല ആത്മീയ സരണികളും ഉണ്ടാവും. അപ്പോൾ ഈ ആത്മീയ സരണികളുടെ പേരിലൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന, അതായത് ഭൗതികമായിട്ടും ഒക്കെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടത്തുന്നത്. അവരൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താം. അതല്ലാതെ നിലവിലുള്ള നല്ലതെന്ന് തോന്നിക്കാവുന്ന ആത്മീയ സരണികളിൽ മായം കലർന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ മായം കലരൽ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതിങ്ങനെ വന്നു വരുമ്പോൾ ഈ കാലത്ത് എല്ലാം മങ്ങിച്ച് വന്ന ഒരു കാലമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആത്മീയ സരണികളിലും മങ്ങിച്ചു വരും. ഇപ്പൊ നിലവിലുള്ള തരീഖത്തുകളൊക്കെ പറയുന്നത് അവരൊക്കെ സിൽസിലവായി അലി റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളിലുള്ള സനാതന ധർമ്മത്തിലുള്ള സരണികളും പലയിടത്തേക്കും എത്തുന്നതായിട്ടൊക്കെ പറയാറുണ്ട് സിൽസിലകളുമായി. എന്നാൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ കൈമാറി വരുമ്പോൾ ആന്തരികത അനന്തരമെടുക്കാത്തവർക്ക്, ചിലപ്പോൾ അവരുടെ മക്കൾക്കായിരിക്കും ഇത് കൈമാറുന്നത്. അപ്പോൾ ആന്തരികത അനന്തരമെടുക്കാത്തവർക്ക്, യഥാർത്ഥ സത്തില്ലാത്തവരിലേക്ക് കൈമാറി വന്ന് ഇനി മകനിലേക്ക് അല്ലെങ്കിലും വേറുള്ളവരിലേക്ക് കൈമാറുമ്പോൾ യഥാർത്ഥ ആന്തരിക സത്തില്ലാത്തവരിലേക്ക് കൈമാറി വന്ന് ഇതിൽ മായം കലർന്ന് പിന്നെ അതൊരു പ്രസ്ഥാനം പോലെ ആയി മാറി. ആ പ്രസ്ഥാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഈഗോയും അതിൻ്റെതായിട്ടുള്ള ഒരു നിലനിൽപ്പൊക്കെ ഉണ്ട്. അതോടെ എങ്ങനെ നിലനിന്ന് വന്ന് ഇതിൽ തീർച്ചയായിട്ടും മായം കലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവമെന്ന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ കൈമാറ്റം വന്നതിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുവിന്റെ തർത്തീബാണ്, ദൈവത്തിന്റെ തർത്തീബാണ്, എന്ത് പറയാനെന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ മുഹമ്മദ് നബിയൊക്കെ സൂചന നൽകിയിട്ടുണ്ട്, അവസാന കാലത്ത് പല ഭിന്നിപ്പും നടക്കും. പല എല്ലാ മഹത്വ വ്യക്തികളും സൂചന നൽകിയിട്ടുണ്ട്, പല ഭിന്നിപ്പും നടക്കും, പല മായവും കലരും. അപ്പോൾ അതൊക്കെ അള്ളാഹുവിന്റെ തർത്തീബാണ്, ദൈവത്തിന്റെ തർത്തീബാണെന്ന് പറഞ്ഞാൽ ആ മായത്തിൽ നമ്മൾ നിൽക്കുകയല്ല വേണ്ടത്. ആ മായം കലർന്നതിനെ നമ്മൾ അറിയുകയും നമ്മൾ അറിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു പോകുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. അപ്പോൾ എവിടെയാണ് മായം കലർന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അവസാന കാലത്ത് ദിക്ർ ഇല്ലാതെയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ദിക്ർ ഇല്ലാതെയായിരിക്കുന്നത്? നമുക്കറിയാം, അവസാന കാലമായി കാലത്തിന്റെ ഒരു ഫിനിഷിംഗിൽ എത്തിയെന്നൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ പല ദിക്റുകളും നടക്കുന്നുണ്ട്, പല മന്ത്രങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്, മന്ത്രങ്ങൾ നടക്കുന്ന സദസ്സുകൾ നടക്കുന്നുണ്ട്, ദിക്ർ മജ്ലിസുകൾ നടക്കുന്നുണ്ട്. ആത്മീയ സരണികളിലാണെങ്കിൽ അൽഫാസിന്റെ ദിക്റൊക്കെ ഓരോരുത്തരും അതിലേക്ക് എത്തുന്നവർ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ദിക്ർ ഇല്ലാതെയായത്? ദിക്ർ കൽബിൽ നിന്നാണ് ഇല്ലാതെയായത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അൽറാമിഷൻ ചാനലിനെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് മനുഷ്യന്റെ ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പ് ആന്തരികമായിട്ടുള്ള ഹൃദയം തുറക്കലാണ്. അപ്പോഴാണ് അവന്റെ ആത്മീയതയുടെ ആദ്യ പടി തുറക്കുന്നത്. അവിടെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ആ പൂട്ട് പൊട്ടിക്കുന്ന മുർഷിദാണ് ഇല്ലാതായത്. ആ പൂട്ട് പൊട്ടിച്ചുകൊണ്ട് അവിടേക്ക് ദിക്ർ കയറ്റി ആത്മീയതയുടെ ആദ്യ പടിയിലേക്ക് ഉയർത്തുന്ന മുർഷിദാണ് ഇവിടെ ഇല്ലാതെയായത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെയുള്ള ആത്മീയ സരണികളിലൊക്കെ കേവലമായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ തലത്തിൽ, നെഫ്സിന്റെ തലത്തിൽ മാത്രമായി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കാര്യം പരിശോധിക്കുക. അപ്പോൾ നിലവിലെ പുറം മതത്തിന്റെ ഒരു പണ്ഡിതൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പണ്ഡിതൻ ഈ പുറം മതത്തിലെ പണ്ഡിതനാണ്, ഇപ്പൊ ശരീഅത്ത് പണ്ഡിതനെയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ് ഇത് മാത്രമാണ് ശരി, ആന്തരികത ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ തടയും. എന്നാൽ ഇത് മാത്രമേ എനിക്കറിയുള്ളൂ, ഇതിനപ്പുറത്ത് ആന്തരികത ഉണ്ട്, തസവുഫ് ഉണ്ട്, ആത്മീയത ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തടയുന്നില്ല. അതുപോലെ തന്നെ ഈ നെഫ്സിന്റെ തലത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന പല സരണികളും മായം കലർന്ന് നെഫ്സിന്റെ തലം തന്നെ, യഥാർത്ഥ നെഫ്സിനെ ശുദ്ധമാക്കുന്ന തലം തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. ഈ നെഫ്സിന്റെ തലം ഉണ്ടെങ്കിലും അവർ പറയുകയാണ് ഇത് തന്നെയാണ് എല്ലാം. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. നെഫ്സിന്റെ തലത്തിൽ ശുദ്ധീകരിക്കുന്ന അൻഫാസ് ദിക്റും ക്രിയായോഗങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നവർ തന്നെ അത് മാത്രം കൊടുത്തുകൊണ്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നെഫ്സിനെ ശുദ്ധമാക്കാൻ ഉള്ളത് മാത്രമാണ്, ഇതിനപ്പുറം ഉണ്ട് എന്ന് പറയുന്നില്ല. കാരണം അത് അതിനപ്പുറം ഉള്ളതൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ മായം കലർന്ന് ഇവിടെ ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയുന്നത് ഇതിലെല്ലാം ഉണ്ട് എന്നാണ്. അതായത് വാചകം കൊണ്ട് അവർ മറ്റുള്ള സംഭവങ്ങളൊക്കെ പറയും എന്നുള്ളതാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വാചകം കൊണ്ട് പറയും, അപ്പൊ അതെന്നാണെന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥ അന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനപ്പുറം സഞ്ചരിക്കേണ്ടതുണ്ട്. കൽബിന്റെ ദിക്ർ ആണെന്ന് പറഞ്ഞ്, കൽബിനെ ഉണർത്താനുള്ളതാണെന്ന് പറഞ്ഞിട്ട്, കൽബ് ഉണർന്നാലാണ് മറ്റു ഫംഗ്ഷനുകളൊക്കെ, മനുഷ്യന്റെ ഉള്ളിലുള്ള മറ്റു ഫംഗ്ഷനുകളൊക്കെ ഓപ്പൺ ആവുകയും അത് ഉണരാനുള്ള പടിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് കൽബ് ഉണരുക എന്നുള്ളത്. എന്നാൽ കൽബിന്റെ ദിക്റാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തെ തന്നെ ചിന്ത കേന്ദ്രീകരിച്ച് നിൽക്കുക. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കൽബിന്റെ ദിക്റൊക്കെ ഞങ്ങളെത്തൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും പറയുകയാണ് ചെയ്യൽ. കൽബിനെ ഉണർത്താനുള്ളതൊക്കെ അത് അവർ ചിന്തയുടെ മണ്ഡലത്തിലൊക്കെ, ചിന്ത ഒരു കാര്യത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് നിർത്തുക. നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തക്കും മനസ്സിനും ഭാവനക്കും ഒക്കെ അപ്പുറമുള്ള ഒരു തലമാണ് കൽബ്. അതിനെ ആർക്കെങ്കിലും ചിന്ത കൊണ്ടോ ഭാവന കൊണ്ടോ ഉണർത്താൻ കഴിയില്ല. അതിനെ ദൈവം തന്നെ സീൽ ചെയ്ത് ഉണർത്തേണ്ടതാണ്, അതിന്റെ അധികാരികളിൽ നിന്ന് തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ചാനൽ പരിചയപ്പെടുത്തി തന്നപ്പം അവിടെ പറയുന്ന ഒരു ഉന്നതമായ ഉറവിടത്തിൽ നിന്ന് പറയുന്ന ഒരു വിജ്ഞാനത്തിന്റെ ഒരു സാമ്പിൾ ഷെയർ ചെയ്തിരുന്നു. അതായത്
പുനർജന്മത്തെ പറ്റി. നമുക്കറിയാം പുനർജന്മത്തെ പറ്റി ഇവിടെയുള്ള ചില സൂഫികളൊന്നും പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല. ചില സൂഫികൾ അംഗീകരിക്കുന്നവർ തന്നെ മനുഷ്യാത്മാവാണ് പുനർജനിക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല സന്യാസിമാരും സിദ്ധന്മാരും ഒക്കെ മനുഷ്യാത്മാവാണ് പുനർജനിക്കുന്നത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവല്ല പുനർജനിക്കുന്നത്, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ആത്മാവുണ്ട്. നമ്മളതിനെ മലയാളത്തിലേക്ക് പറഞ്ഞാൽ കല്ലിന്റെ ആത്മാവും അതുപോലെ തന്നെ മൃഗാത്മാവും സസ്യാത്മാവും ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ പുനർജനിക്കുന്നത്, മനുഷ്യാത്മാവ് പുനർജനിക്കുന്നില്ല. ഇപ്പൊ ഈ സംഭവം വരെ നമ്മുടെ ആത്മീയ സരണികളിൽ ഇല്ലാത്തത് എന്താണ്? അതായത് ആത്മീയതയുടെ തസവുഫിന്റെ ബേസിക് തന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു. ഇതിന്റെ ബേസിക് ഒരു ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആദ്യം ABCD പഠിക്കണ്ടേ. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ABCD തന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു, ഇവിടുത്തെ ആത്മീയ സരണികളിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഒരു തരത്തിലാണ് ഇവിടെയുള്ള ഗുരുക്കന്മാരും മിക്ക ഗുരുക്കന്മാരും നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പൂർണ്ണതയല്ല, ബേസിക്കിൽ തന്നെ പൂർണ്ണതയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ആത്യന്തിക ആത്മീയതയുടെ ആദ്യ പടിയായിട്ടുള്ള കൽപ്പുണർത്താനുള്ള സംഭവമൊക്കെ അവിടെ നിന്ന് ഇല്ലാതായിരിക്കുന്നു, ദിക്ർ ഇല്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇത് പൂർണ്ണത ഇല്ലാത്ത ഒരു തലത്തിലായതുകൊണ്ട് തന്നെ ചിലർ നഫ്സിന്റെ തലത്തിലുള്ള കാമിലായവരുണ്ടാവും, ഈ നഫ്സിന്റെ തലം തന്നെ നല്ലോണം ഉണർത്താത്തവരും ഉണ്ടായിരിക്കാമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ ഒരു തലത്തിലായിക്കൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഗുരുക്കന്മാർക്ക് വരെ അസൂയയും ഈഗോയും ഒന്നും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് തന്നെ കൽബൊന്നും ഉണർന്നിട്ടില്ല, അപ്പൊ ഈഗോ ഒന്നും പോയിട്ടുണ്ടാവില്ല. ഇതാണെങ്കിലോ ഒരു വലിയ മുരീദ് വലയമാണ്. ഇപ്പൊ വലിയ വലിയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള തെരീക്കത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു വലിയ മുരീദ് വലയമാണ്. അതുപോലെ തന്നെ ഒറ്റപ്പെട്ടുള്ള ശൈഖുമാരായാലും അതും ഒരു മുരീദ് വലയമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇത് വിട്ടിട്ട് യഥാർത്ഥത്തിലേക്കൊന്നും അന്വേഷിക്കൽ വളരെ സാധ്യത കുറവായിരിക്കും. അത്രയ്ക്കും സത്യസന്ധമായവരെ ഈ ഒരു വലയം, ഇവരുടെ കീഴിലുള്ള ഇതൊന്നും ഒന്നുമല്ല എന്നറിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കൽ വളരെ കുറവായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ യഥാർത്ഥത്തിന്റെ ആളുകൾ ഹക്കറിഞ്ഞാൽ ഭൗതികതയും അവരുടെ വലയങ്ങളും എല്ലാം വിട്ട് യഥാർത്ഥത്തിനെ സ്വീകരിക്കും. യഥാർത്ഥത്തിനെ സ്വീകരിക്കാൻ ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്യും, ഇതിന് മുകളിലുള്ളതിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. എന്നാൽ മിക്കവരും ചെയ്യൽ എന്താന്ന് പറഞ്ഞാൽ ലോജിക്കാണ്, അവരവിടെ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ നിങ്ങൾ തേടുന്നത് അവരെയോ ആരെയുമല്ല, സത്യത്തെയാണ്. ആത്യന്തിക ആത്മീയതയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൽബ് ഹയാത്താക്കാനുള്ള മുർഷിദിനെ തേടി പോകണം. അതിലേക്കുള്ള ഒരു വഴിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുകയും കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന ഇടത്തേക്ക് പോയിട്ട് ആദ്യം മുതൽ പടിപടിയായി കേൾക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ നമുക്കറിയാം അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നും പൂർണ്ണതയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാക്കുക, ഏറ്റവും വലിയ അഹന്തതയ്ക്ക് മേൽ അഹന്തത ഇട്ടതായിട്ട് ആത്മീയ സരണികളിലൊക്കെ പോയവരിൽ അഹന്തതയ്ക്ക് മേൽ അഹന്തത കിട്ടി വന്നവരായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴൊക്കെ. അപ്പൊ അതിനൊക്കെ അപ്പുറം നിങ്ങൾ സത്യത്തെ തേടുക, ഹക്കിനെ തേടുക, യഥാർത്ഥത്തിലേക്ക് സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ സൂഫികൾ എന്ന് പറഞ്ഞ് സൂഫികളല്ലാത്ത സൂഫികൾ ജനങ്ങളെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും ആത്യന്തികമായ ആത്മീയതയിൽ നിന്നും ഉന്നതമായ ഉറവിടത്തിലേക്ക് പോകാനുള്ളതിൽ നിന്നും ഈ കാലത്തിന്റെ ഉന്നതമായ ഉറവിടത്തെ ആത്മീയത വരുമ്പോൾ അതിനെ സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സം ഇവിടെ സൂഫികളല്ലാത്ത സൂഫികൾ ആത്മീയ സരണികൾ ഇടുന്നുണ്ട് എന്നുള്ള ഒരു സത്യം വളരെ പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഓക്കെ.